ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ടുള്ളൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് മഞ്ചൂരിയനാണ്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും റൈസിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ 4 മുട്ടയും ഞാനിപ്പോൾ പൊട്ടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്ക് ടിന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ബൗളിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തടവി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ റിങ്ങും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് പൊങ്ങി വരും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം വേണം ഈ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ മുട്ട വേവിച്ചത് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മുട്ട നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ടു പോന്നോളും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മൾ മുട്ട വേവിച്ചത് ഇരിക്കുന്നത്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് മുട്ട ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇതിലോട്ട് പിടിച്ചോളും. ഇനി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് കോൺഫ്ലോറുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ബാറ്റർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിക്കാക്കി വേണം കേട്ടോ എടുക്കാൻ, ലൂസായിട്ടല്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൽ മുക്കിയിട്ടാണ് നമ്മളിനി ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസ് ഉണ്ടല്ലോ, അത് ഇതിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് നല്ലൊരു കോട്ടിങ് കിട്ടും. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് പ്രശ്നമല്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് വേറിടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇനി എങ്ങനെയാണ് എഗ്ഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എഗ്ഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞാൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അതേ അളവിലാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കൊത്തിയരിഞ്ഞതാണ്. അപ്പോൾ സവാളയും തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വാടിയതിന് ശേഷം വേണം നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം അതുപോലെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പച്ച കളറിലുള്ള മാത്രം എടുത്താലും മതി കേട്ടോ. പച്ച മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് എടുത്താൽ മതി. ഞാൻ 3ഉം കൂടെ ആയതുകൊണ്ട് 3 എണ്ണത്തിൻ്റെയും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ്. അപ്പോൾ ഞാൻ നല്ല തിക്കായിട്ടുള്ള സോയാ സോസ് എടുത്തതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തത്. നല്ല ലൂസായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാം. സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗാണ്. അപ്പോൾ എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോസും ക്യാപ്സിക്കൊക്കെ ഈ എഗ്ഗിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി തിക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഈ കോൺഫ്ലോർ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഈ കോൺഫ്ലോറിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ ഈ മഞ്ചൂരിയൻ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും കേട്ടോ ഈ കോൺഫ്ലോർ മിക്സ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ ഒന്നും കൂടെ ഒരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു ഗ്രേവി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്പ്രിംഗ് ഒനിയനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസൊക്കെ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഒത്തിരി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ എഗ് മഞ്ചൂരിയൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. നമ്മൾ സാധാരണ മുട്ടക്കറി ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ല. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് വിജയെ തിരഞ്ഞെടുക്കുക. വിജയ്ക്ക് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.